കേരള കന്യാർകളി ആർട്സ് പ്രൊമോഷൻ കൗൺസിലിന്റെ 29ാം വാർഷികത്തിന്റെ ഭാഗമായി കളിമുറ്റം സംഘടിപ്പിക്കും. 700ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന കളിമുറ്റം മെയ് 16, 17 തീയതികളിൽ പലശന ദേശത്താണ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 30-ൽ പരം ദേശങ്ങളിൽ നിന്നും 700-ൽ പരം കലാകാരന്മാർ കന്യാർകളിയിൽ പങ്കുചേരും. 16-ന് രാവിലെ 2 ദിവസത്തെയും കളിയുടെ അവതരണ രീതി നിശ്ചയിക്കുന്ന നറുക്കെടുപ്പ് നടക്കും. വൈകിട്ട് 5-ന് സ്വീകരണ ഘോഷയാത്ര നടക്കും. പുത്തൻകാവിൽ നിന്നും കളിമുറ്റം വേദിയിലേക്കാണ് ഘോഷയാത്ര. തുടർന്ന് ഉദ്ഘാടന സമ്മേളനം നടക്കും. 2 ദിവസത്തെ കളിമുറ്റത്തിന് ശേഷം ശനിയാഴ്ച വൈകിട്ടോടെ സമാപിക്കും. പാലക്കാടിന്റെ തനത് കലാരൂപമായ കന്യാർകളിയുടെ തനിമ കാത്തുസൂക്ഷിക്കുന്നതിനും പ്രചാരത്തിനുമാണ് കളിമുറ്റം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പാലക്കാടിന്റെ മാത്രമായിട്ടുള്ള തനതായ ഒരു അനുഷ്ഠാന കലയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഈ നാടൻ കലയെ 10-30 ദേശങ്ങളിൽ നിന്ന് എല്ലാ വർഷവും ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് കേരള കന്യാർകളി ആർട്സ് പ്രൊമോഷൻ കൗൺസിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ വർഷം 29ാമത്തെ വാർഷികമാണ്. അത് പല്ലശ്ശേരിയിൽ വെച്ചാണ് നടക്കുന്നത്. 2ാം പ്രാവശ്യമാണ് പല്ലശ്ശേരി വെച്ച് നടക്കുന്നത്. 2006-ൽ ഒരിക്കൽ നടന്നിരുന്നു. ഇപ്പോൾ 2025-ൽ ഇതിലൂടെ വീണ്ടും ഞങ്ങൾ നടത്തുകയാണ്. വാർത്താസമ്മേളനത്തിൽ പലശന ദേശം പ്രസിഡന്റ് ശബരിപ്രകാശ് അളിയത്ത്, സെക്രട്ടറി ഗോപാലകൃഷ്ണൻ പാലത്തിരുത്തി, KKAPC വർക്കിംഗ് ചെയർമാൻ വി മുരളീധരൻ, ജനറൽ കൺവീനർ VA ബാബു, മുരളീധരൻ, കലാകാരൻ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.